വാഗമൺ ടൗണിൽ നല്ല തിരക്കാണ്. ജനങ്ങൾ അടുത്തുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് ധാരാളമായി ഇറങ്ങിത്തുടങ്ങിയിരിക്കുന്നു. ലോക്ക്ഡൗൺ മാറിയ ശേഷം ഇത് ഞങ്ങളുടെ രണ്ടാമത്തെ വാഗമൺ ട്രിപ്പാണ്. ഓഫ് റോഡ് യാത്രകൾക്ക് പേരുകേട്ട ഉളുപ്പുണിയാണ് ഞങ്ങളുടെ ലക്ഷ്യം. പൊട്ടിപ്പൊളിഞ്ഞ വഴികളാണ്, എന്നാൽ സന്ദർശകരുടെ വാഹനങ്ങൾക്ക് കുറവൊന്നുമില്ല. കല്യാണ ഫോട്ടോഷൂട്ടിനായി എത്തിയവരും ഓഫ് റോഡ് ബൈക്കിങ്ങിനായി എത്തിയവരും ധാരാളം. ഉളുപ്പുണി കവലയിൽ കാർ നിർത്തി. സെന്റ് അൽഫോൺസ ദേവാലയമാണ് ഇവിടുത്തെ ലാൻഡ്മാർക്ക്. കവലയിലെ ചായക്കടയിൽ കയറി. ശനി ഞായർ ദിവസങ്ങളിൽ തിരക്കുണ്ടെങ്കിലും മറ്റു ദിവസങ്ങളിൽ സന്ദർശകർ വളരെ കുറവാണെന്ന് കടക്കാരൻ പറഞ്ഞു. ഉളുപ്പുണിയിലെ പുൽമേടുകളിലേക്കുള്ള ജീപ്പ് സർവീസുകൾ ഈ കവലയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. കവലയിൽ നിന്ന് കുറച്ചു മുന്നോട്ട് പോയാൽ കോട്ടമല മൂലമറ്റം റോഡിലേക്ക് പ്രവേശിക്കും. വിശാലമായ പുൽമേടുകൾ വശങ്ങളിൽ തെളിഞ്ഞു. ടാറിട്ട റോഡ് പൊട്ടിപ്പൊളിഞ്ഞ മൺപാതയായി. കാർ റോഡിന്റെ വശത്തേക്ക് ഒതുക്കിയിട്ട് ഇടതുവശത്ത് കണ്ട മല നടന്നു കയറാൻ തീരുമാനിച്ചു. മലയെ മുറിച്ചു മാറ്റി വഴിയാക്കിയിരിക്കുന്ന ഈ ഭാഗത്ത് ചിത്രീകരിച്ച ഇയ്യോബിന്റെ പുസ്തകത്തിലെ ഒരു രംഗം ഓർമ്മ വന്നു. കുത്തനെയുള്ള പാതയിലൂടെ കയറ്റം തുടങ്ങി. തെരുവപ്പുല്ല്, ഇഞ്ചിപ്പുല്ല് എന്നെല്ലാം വിളിക്കുന്ന ഉയരമുള്ള പുല്ലുകളാൽ മൂടിയ മലകളാണ് ഉളുപ്പുണിയുടെ ആകർഷണം. കടുകെട്ടി ഓഫ് റോഡിംഗ് നടത്തിവരുന്ന വഴിയാണിതെന്ന് തോന്നുന്നു. വലിയ ടയറുകളുള്ള നല്ല പവറുള്ള ജീപ്പുകൾ കയറ്റാറുണ്ടെന്ന് വഴിയിലെ വിള്ളലുകൾ സൂചിപ്പിക്കുന്നു. കുത്തനെയുള്ള കയറ്റമായതിനാൽ വിദഗ്ധന്മാർക്ക് മാത്രം പറ്റുന്ന ഓഫ് റോഡാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. നടന്നും ഇരുന്നും കയറ്റം കയറി ഞങ്ങൾ മുകളിലെത്തി. ഉളുപ്പുണി കവലയിൽ നിന്ന് ആരംഭിക്കുന്ന ജീപ്പുകൾ പോകുന്ന പാതയാണിത്. വലതുവശത്ത് അങ്ങകലെ കാണുന്ന ആ വ്യൂ പോയിന്റ് വരെയാണ് ജീപ്പ് യാത്ര. ധാരാളം ജീപ്പുകൾ ഇന്ന് പോകുന്നുണ്ട്. ബൈക്കുകളും കുറവല്ല. കുറച്ച് സാഹസികതയാകാം എന്ന് കരുതി തെളിഞ്ഞ പാതയ്ക്ക് പകരം പുല്ലിനിടയിലൂടെ മുന്നോട്ട് നടക്കാൻ തീരുമാനിച്ചു. കുറച്ചു ദൂരം നടന്നപ്പോഴേക്കും പുല്ല് ഞങ്ങളെ മൂടുന്ന ഉയരത്തിലായി. പതിയെ മൺപാതയിലേക്ക് കടന്നു. കുളമാവ് അണക്കെട്ട് വരെ കാണാൻ സാധിക്കുന്ന മലയിലേക്കാണ് പാത ചെന്ന് അവസാനിക്കുന്നത്. ജീപ്പുകളിൽ നിന്നിറങ്ങി കാഴ്ച കണ്ട് നിരവധി പേർ അവിടെ നിൽപ്പുണ്ട്. കുത്തനെയുള്ള ഈ ഓഫ് റോഡിലൂടെ പലരും ബൈക്കുകൾ കയറ്റുന്നത് കഷ്ടപ്പെട്ടാണ്. ജീപ്പുകളും പലപ്പോഴും നിന്നു പോകാറുണ്ട്. അതുകൊണ്ട് തന്നെ തൊട്ടപ്പുറത്തുള്ള ചെരിവ് കുറവുള്ള പാതയിലൂടെയാണ് പൊതുവെ ജീപ്പുകൾ കയറ്റാറ്. ഇടുക്കി വനമേഖലയോട് അതിരിടുന്ന പ്രദേശമാണിത്. പൊതുവെ വാഗമണ്ണിൽ പുൽമേടുകളാണുള്ളതെങ്കിൽ ഇവിടെ നിബിഡ വനങ്ങളും അതിനൊപ്പം ചേരും. അകലെ മൂലമറ്റം പവർ സ്റ്റേഷനും കുളമാവ് അണക്കെട്ടുമുണ്ട്. തെളിഞ്ഞ കാലാവസ്ഥയിൽ അതെല്ലാം കാണാനും സാധിക്കും. ഒരു സംഘം യുവാക്കൾ ഈ കയറ്റത്തിലൂടെ ബൈക്ക് ഓടിച്ച് കയറ്റാനുള്ള ശ്രമത്തിലാണ്. ഒരാൾ വശത്തെ പാതയിലൂടെ സുഖമായി ബൈക്ക് ഓടിച്ച് കയറ്റി. കുണ്ടും കുഴിയും കൂടുതലുള്ള കയറ്റത്തിൽ 4-5 പേർ ചേർന്നാണ് മറ്റൊരു ബൈക്ക് കയറ്റിക്കൊണ്ടുവരുന്നത്. കുറച്ചു നേരം കാഴ്ചകൾ ആസ്വദിച്ച് ഞങ്ങൾ തിരികെ നടന്നു. അതിവേഗത്തിലാണ് ജീപ്പുകൾ വരുന്നത്. സഞ്ചാരികളെ ത്രില്ലടിപ്പിക്കാനാണ് ഈ അതിവേഗം. എന്നാൽ പുല്ലുകൾ കാഴ്ച മറയ്ക്കുന്ന വഴികളിൽ കാൽനടയാത്രക്കാർക്ക് ഇത് വലിയ അപകട സാധ്യതയാണ് സൃഷ്ടിക്കുന്നത്. പ്രകൃതിയുടെ ശാന്ത സൗന്ദര്യം ആസ്വദിക്കാവുന്ന ഈ പ്രദേശത്ത് ഉറക്ക പാട്ടും വെച്ച് ജീപ്പിനുള്ളിൽ ഇങ്ങനെ കൊണ്ടുപോകുന്നത് വളരെ വികൃതമായ ഒരു ആസ്വാദനമായാണ് എനിക്ക് തോന്നുന്നത്. കയറിയതിലും കഠിനമായിരുന്നു കുത്തനെയുള്ള വഴിയിലൂടെയുള്ള ഇറക്കം. മലയിറക്കത്തിന്റെ ക്ഷീണം അകറ്റാൻ കയ്യിലുണ്ടായിരുന്ന ബ്രെഡും വെള്ളവും സഹായിച്ചു. ഇയ്യോബിന്റെ പുസ്തകത്തിൽ ഫഹദ് പോലീസുകാരന്റെ കൈവിരൽ മുറിക്കുന്ന രംഗം ഇവിടെ വച്ചാണ് ചിത്രീകരിച്ചത്.
ഈ വഴി ഭാവിയിൽ മൂലമറ്റത്തേക്ക് ബന്ധിപ്പിക്കുന്ന റോഡാകും. കവന്ത എന്നാണ് ഗൂഗിൾ മാപ്പിൽ ഈ ഭാഗത്തെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. വളരെ പ്രയാസപ്പെട്ടാണ് കാർ ടാറിട്ട റോഡിലേക്ക് തിരികെ എത്തിച്ചത്. ഇനി കപ്പക്കാനത്തെ തുരങ്കവും വെള്ളച്ചാട്ടവും കാണണം. വന്ന വഴിയെ തിരിച്ച് കാർ ഓടിച്ചു. ആദ്യത്തെ ഇടത്തോട്ടുള്ള വളവിലേക്ക് തിരിഞ്ഞു. ചില ഭാഗങ്ങൾ ഒഴിച്ച് വഴി വളരെ മോശമാണ്. ജീപ്പുകളും ഓഫ് റോഡ് ബൈക്കുകളും മാത്രമാണ് വഴിയിൽ കാണാനായത്. ഏകദേശം 1 കിലോമീറ്ററോളം പോയെന്ന് തോന്നുന്നു. മുന്നിൽ കണ്ട ഒരു വീടിൻ്റെ വശത്തായി കാർ ഒതുക്കി. മുന്നോട്ടുള്ള ഇറക്കം നടന്നിറങ്ങി. വഴിയിൽ ചീറിപ്പാഞ്ഞാണ് ജീപ്പുകൾ വരുന്നത്. വഴിയുടെ വശത്തുള്ള തെളിഞ്ഞ അരുവിയിലേക്ക് ഞങ്ങൾ ഇറങ്ങി. കപ്പക്കാനം തോടാണിത്. ഉച്ചഭക്ഷണം അവിടെ ഇരുന്ന് കഴിച്ച ശേഷം വെള്ളത്തിലിറങ്ങി. ഉച്ചയ്ക്ക് മൈസ് പോലെ തണുത്ത ആ വെള്ളത്തിൽ കിടന്ന് നേരം പോയതറിഞ്ഞില്ല. തിരികെ റോഡിലേക്ക് കയറി മുന്നോട്ട് നടന്നു. വഴിയുടെ അവസാനം എത്തിച്ചേരുന്നത് വെള്ളച്ചാട്ടത്തിലേക്കാണ്. ഞങ്ങൾ നേരത്തെ ഇറങ്ങിയ കപ്പക്കാനം തോടാണ് വെള്ളച്ചാട്ടമായി ഇവിടെ വന്ന് പതിക്കുന്നത്. മറുവശത്ത് ഒരു തുരങ്കമാണ്. കുട്ടാർ അണക്കെട്ടിൽ നിന്ന് കുളമാവ് അണക്കെട്ടിലേക്ക് വെള്ളം ഒഴുക്കിവിടുന്ന തുരങ്കമാണിത്. തുരങ്കത്തിൽ നിന്നുള്ള വെള്ളവും കപ്പക്കാനം തോടും ഇവിടെ വെച്ച് ഒന്നിച്ച് ഇടുക്കി അണക്കെട്ടിലേക്കുള്ള യാത്ര തുടരുന്നു. നേരത്തെ 2 അരുവികൾക്കും ഇടയിലൂടെ ഒരു നേർത്ത ഭിത്തി പോലെ ഈ വഴി മുന്നോട്ട് നീണ്ടു കിടന്നിരുന്നു. 2018 പ്രളയത്തിൽ അത് ഇടിഞ്ഞു വീണു. തിരികെ നടന്നു. വെള്ളച്ചാട്ടത്തിന് മുമ്പായി തോടിനു കുറുകെ റോഡ് പോകുന്നുണ്ട്. ഉളുപ്പുണിയിലെ ഓഫ് റോഡ് അഭ്യാസങ്ങളുടെ മറ്റൊരു പ്രധാന കേന്ദ്രമാണിവിടം. തടിപ്പാലം കയറി ഞങ്ങൾ അക്കരെ കടക്കുന്നതിനിടെ വെള്ളത്തിലൂടെയുള്ള ചീറിപ്പായലുകൾ കുറച്ച് കാണാൻ സാധിച്ചു. കപ്പക്കാനം വനം എന്നറിയപ്പെടുന്ന പ്രദേശത്തേക്കാണ് കയറ്റം കയറി ചെല്ലുന്നത്. വാഗമണ്ണിലെ മൊട്ടക്കുന്നുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇടതൂർന്ന വനമാണിവിടം. അമ്പലമേട്ടിലേക്കാണ് ഈ വഴി പോകുന്നത്. തേയിലത്തോട്ടങ്ങളും വനവും ചേരുന്ന മനോഹരമായ പ്രദേശമാണ്. മുല്ലക്കാനം, ചക്കിമാലി, ഉറുമ്പുള്ളി എന്നീ കാനന ഗ്രാമങ്ങളും സമീപത്താണ്. എന്നാൽ കാടിൻ്റെ ശാന്തത ആസ്വദിച്ചുള്ള ഈ നടത്തത്തോടെ ഞങ്ങളുടെ യാത്രയ്ക്ക് അർത്ഥവിരാമമാവുകയാണ്. കാഴ്ചകളുടെ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി വീണ്ടും ഈ വഴി വരുമെന്ന് ഉറപ്പാണ്.